സർവേ നമ്മൾ പേഷ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പേഷ്യൻ്റ് എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടോ എന്തായാലും ഫീമെയിൽ പേഷ്യൻ്റ് ഉണ്ടോ ഫസ്റ്റ് ഡോക്ടർ പോയിട്ട് നോക്കുക എന്തെങ്കിലും ഫ്രാക്ചർ ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ കൊണ്ടുണ്ട്. ഇനി അടുത്തത് ABC ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ആ പ്രൈമറി സർവേയിൽ നമ്മൾ ഉണ്ടെങ്കിൽ സർവേക്ക് സ്പൈൻ ഫ്രാക്ചർ ഉണ്ടെങ്കിൽ ഇമ്മൊബിലൈസിനെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പിന്നെ എയർ കൊടുക്കുന്നത് ഫസ്റ്റ് ഇങ്ങനെ ഹെഡ് ടിൽറ്റ് ചിൻ ലിഫ്റ്റ് എന്താണ് അവിടെ നിന്ന് ഇവിടെ മാസ്ക് പിടിക്കും. ഇതുകൊണ്ട് ചിൻ പോകും. ഇതുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ചെയ്യും. പിന്നെ ഇത് ക്ലിയർ ചെയ്യണം. ഫസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ക്ലിയർ ചെയ്ത് നോക്കുക. പിന്നെ എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സ്കൂപ്പ് ചെയ്ത് 2 വിരൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തതാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതൽ. എന്നിട്ട് ബ്രീത്ത് ചെയ്യേണ്ടത് നോക്കുക. അപ്പോൾ എയർവേ ബ്രീത്തിങ് ഉണ്ട്. അടുത്ത സർഫസ് 2 ചെയ്തിട്ട് പ്രഷർ ബ്രീത്ത് ചെയ്തതാണ് കാർഡിയക് മസാജ് കാർഡിയക് മസാജ് പ്രഷർ 30 ടൈംസ് കാർഡിയക് മസാജ് 2 ടൈംസ് 30:2 ആണ്. 30 ടൈംസ് കാർഡിയക് മസാജ് ഉണ്ട്, 2 ടൈംസ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ഉണ്ട്. കാർഡിയക് മസാജ് അഡൽട്സിൻ്റെ കേസിൽ വന്നാൽ ഇവിടെ CT സ്കാൻ ചെയ്ത് 2 ഫിംഗർ ബ്രെഡ് മോഡ് വെച്ചിട്ട് നമ്മൾ ഏത് ഹാൻഡാണോ പ്രോമിനൻറ്റ് ഹാൻഡ് ആണ് എക്സ്പ്രഷൻ ഉള്ള രീതി ഇങ്ങനെ 30 ടൈംസ്. അതായത് നമ്മുടെ ഇവിടെ വളയാൻ പാടില്ല. ബോഡി വെയിറ്റ് ഏകദേശം നമ്മുടെ ബോഡി വെയിറ്റ് നീര് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോഡി വെയിറ്റ് കൊടുക്കുക. പിന്നെ ഏകദേശം 5 സെൻറ്റിമീറ്റർ താഴേക്ക് മുകളിലേക്ക് മൂവ്മെൻറ്റ് കൊടുക്കും. അതിന് 30 ടൈംസ് നമ്മൾ കൊടുക്കും. പിന്നെ നമ്മൾ 2 ടൈംസ് ആർട്ടിഫിഷ്യൽ ഇങ്ങനെ പൊടിച്ച് ഇവിടെ മൊത്തം ക്ലോസ് ചെയ്യുക. അത് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ സ്പിരിറ്റിൻ്റെ ഉണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചു. കാരണം SARS ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കൊടുക്കുന്ന ആൾക്കാർ അപ്പോൾ നമുക്ക് ഈ ആൾക്ക് വരില്ലേ. അപ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മാസ്ക് ഉണ്ടെങ്കിൽ വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. 2 ടൈം കൊടുത്തു. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതിപ്പോൾ പേഷ്യൻ്റ് ചെറിയൊരു അഡൽട്സിൻ്റെ കേസിൽ ഇനി വേണമെങ്കിൽ അപ്പോഴത്തേക്ക് നമ്മൾ ഈ അഡൽട്സിൻ്റെ കേസിൽ ഉടനെ നമ്മൾ ഹെൽപ്പ് വിളിച്ചു പറയണം ഹോസ്പിറ്റലിൽ. അപ്പോഴത്തെ ഹോസ്പിറ്റലിൽ വരുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ഇവിടെ മാസ്ക് എന്നിട്ട് സർക്കുലേഷൻ കഴിഞ്ഞെങ്കിൽ നമ്മൾ എക്സ്റേ കാർഡിയക് മസാജ് കൊടുക്കുന്നതിന് 2 ഡീഫിബ്രിലേറ്റർ കൊടുക്കുന്നുണ്ട്. അത് 2 സ്ഥലമുണ്ട്. അത് 350 പണ്ടാണെങ്കിൽ 200, 300 അങ്ങനെ. ഇപ്പം 360 കൊടുക്കുന്നുണ്ട്. അത് 2 സ്ഥലത്തുണ്ട്. ഇവിടെ ഒന്ന് ഇവിടെ ഈ ഇൻഫ്രാ ഇവിടെ പറഞ്ഞാൽ ഇവിടെ ഇൻഫ്രാ മാമറി അല്ലെങ്കിൽ ആക്സൽ ഏരിയ 2 സ്ഥലത്തും കൊടുക്കുക. ഇവിടെ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഓക്സിജനേഷൻ വേണം. ഓക്സിജൻ കൊടുക്കാൻ പാടില്ല. കാരണം ഇലക്ട്രിക് ഇത് കൊടുക്കുമ്പോൾ ബേൺ ചെയ്യാൻ ചാൻസ്. അപ്പോൾ 30 സെക്കൻഡ്സ് ഓക്സിജൻ മാറ്റിയിട്ട് നമ്മൾ കൊടുക്കുക. ജസ്റ്റ് കൊടുക്കുക. കൊടുക്കുമ്പോൾ തന്നെ എല്ലാവരും വിട്ടിക്കാൻ പറഞ്ഞു. ഐ ആം ഫ്രീ, യു ആർ ഫ്രീ, എവരിബഡി ഫ്രീ അങ്ങനെ പറയാം. ഷോക്ക് അടിയും. ഇവിടെ ഇത് കൊടുക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ മാറിയിരിക്കാൻ പറഞ്ഞു. കാരണം മുന്നേ ഷോക്ക് അടിയും. എന്നിട്ട് എന്തല്ലേ അത് ഇത് അഡൽട്സിന് കേസില്ല. ഇനി പീഡിയാട്രിക്സ് കേസാൽ ഫസ്റ്റ് ഉടനെ തന്നെ നമ്മൾ 1 minute വെയിറ്റ് ചെയ്യാം. എന്നിട്ടാണ് കോൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് കാർഡിയക് മസാജ് കൊടുക്കുന്നത് 1 വയസ്സ് താഴെയുള്ള കുട്ടികളെ നമ്മൾ ജസ്റ്റ് 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ മതി. അവിടെ സാധാരണ നമ്മൾ അഡൽട്സിൽ 5 സെൻറ്റിമീറ്റർ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ പീഡിയാട്രിക്സിൽ 3 സെൻറ്റിമീറ്റർ മൂവ്മെൻറ്റ്സ് ആണ്. പിന്നെ 8 വയസ്സിന് മുകളിലാണ് നമ്മളൊരു കൈവാണ് വേറെ ബാക്കിയുള്ള ചെയ്യും.